സ്റ്റോപ്പ് അല്ലാണ്ട് എങ്ങനെയാ പോവാൻ പറ്റുക? നമ്മുടെ വാവന്റെ കല്യാണം അല്ലേ. ആനേനെയും കുതിരേനെ ഒഴിച്ച് എല്ലാരും കല്യാണം വിളിച്ചിക്ക്. എന്നാൽ ഇവന് വരെ കുട്ടീനെ കിട്ടിയതൊന്നൊക്കെ സഹിക്കാനേ പറ്റുള്ള. അല്ല സങ്കടമൊക്കെ അവിടെ നിൽക്കണം. ബ്രോക്കുട്ടിന് കാര്യമായിട്ട് എന്തോ പറ്റി. ഓ അടുത്തത് എന്റെ കല്യാണം എന്ന് പറഞ്ഞ വലിയ മെയിനാണ്. കേരളത്തിൽ ഇപ്പൊ കളിക്കുന്നത് ആരാ? ഇവൻ തന്നെ പറയണം. ഇവരൊക്കെ നീലമൊയിലിൽ ജോയിൻ ചെയ്യാനുള്ള ട്രെയിനിങ്ങിൽ പാട്ടിട്ടതും കൈയും കാലൊക്കെ തന്നെ ഇളകാൻ തുടങ്ങി. ഒരു പ്രത്യേക തരം അസുഖമാണല്ലേ. ഈ താത്ത പറഞ്ഞിട്ട് കുറച്ചെങ്കിലും ബാക്കിണ്ടായിരുന്നെങ്കിൽ ഫുൾ പാറിങ്ങനെ പോയി. ഇന്നുമ്പോ പോലും ഇത്രയും ആത്മാർത്ഥതയിൽ കണ്ടന്റ് എടുക്കുന്ന ഒരു കപ്പിൾസിന് എന്റെ ജീവിതത്തിലേ വേറെ കണ്ടിട്ടില്ല. ഇവിടെ ചിലർ കണ്ണ് തെറ്റുമ്പോഴത്തേനും പ്ലേറ്റ് ചെയ്യുന്നുള്ള സാധനങ്ങൾ എടുത്തോട്ടു. പിള്ളേർക്കൊന്നും തന്നെ തീരെ വിലയില്ല. ഇങ്ങനെയാണ് ജന്മന ക്യൂട്ടായി പോയത്. എന്റെ തെറ്റാണ്. ആവം എന്തോ കണ്ട് പേടിച്ചതിന്റെ ക്ഷീണം മാറ്റി നമ്മൾ വന്നിട്ട് നമ്മുടെ പെരുന്തമ്മയുടെ ഫ്രൂസിൽക്കാണ്. ഇവിടുത്തെ ഫ്രൂട്ട് ബോൾ മസ്റ്റ് ട്രൈ അത്ര. ശരിക്കും മസ്റ്റ് ട്രൈ തന്നെ. ഇവിടെ നമ്മൾ ഇതുവരെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഫ്രഷ് ഫ്രൂട്ട്സും അതിന്റെ ജ്യൂസും ഷേക്കും ഒക്കെ കുടിച്ചവരെല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് വെഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഹാമ്പർ ആട്ടോ. നമുക്ക് വേണ്ട പോലെ ഒരു കസ്റ്റമൈസ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് തിരിയാനായിട്ട് അവിടുത്തെ ചേട്ടൻ എനിക്കൊരു ഹാമ്പർ തന്നു. ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന ചെക്കന ഇപ്പൊ എന്തോ സിഗ്മ എത്ര. എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ട്രാവൽ ബാഗ് ഒരാളുടെ അടുത്ത്, ഹാൻഡ് ബാഗ് മറ്റൊരാളുടെ അടുത്ത്. സെമീറിന്റെ കയ്യിൽ എന്താ? എന്റെ ഫ്രൂട്ട്സ് കൊട്ട. അത് എവിടെ പോണ്? ഡിഫൻഡറിൽ മേറിനെ കയറ്റിവിടുന്നു. മേരെ നീ ആരാ മേരെ? അങ്ങനെ സെമീറിനോട് പോയി പറയാം നമ്മൾ നേരെ കൊച്ചിക്ക് പോവാണ്. ഇങ്ങനെ വണ്ടി കയറിയപ്പോ എന്നെ കാണാൻ ദുൽഖറിന്റെ അമാലിനെ പോലെ ഇല്ല. പാവം ദുൽഖർ ഇതൊന്നും കേൾക്കണല്ലോ പഠിച്ചോനെ.